കാര്യങ്ങൾ നടക്കാതെ പോയപ്പോൾ കിളി പോയെന്നാ തോന്നുന്നേ. ദാസപ്പോ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. പോരാളി ഷാജി. ഏത് പോരാളി ഷാജി പറയണ്ടല്ലോ. പിന്നെ പോരാളി ഷാജിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റാണ്. എന്താ പോരാളി ഷാജിക്ക് എന്താ മനസ്സിലാവാത്തത്? എന്തേ പിടികിട്ടാത്തത്? ഷാജി വീണ്ടും ഇറങ്ങിയിരിക്കുക. ഷാജി പിന്നെയും ഇറങ്ങിയിരിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു, ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. സോറി, കുറിപ്പല്ല, വീഡിയോ. ആ വീഡിയോ പങ്കുവെച്ചതിന് ശേഷം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ആ വീഡിയോ പങ്കുവെച്ചു. ആ വീഡിയോ വലിയ വൈറലായി, ജനങ്ങൾ ഏറ്റെടുത്തു, വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ആ വീഡിയോ രാഹുൽ അതിൽ പറയുന്ന കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. 1 മില്യൺ വ്യൂസ് അതിന് വന്നു. അതിന് ശേഷം മറ്റൊരു വീഡിയോ വന്നു, അതിന് 3.1 മില്യൺ വ്യൂസ് വന്നു. അങ്ങനെ വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു കാര്യം. ആ കാര്യത്തിൽ ഇപ്പോൾ പോരാളി ഷാജിക്ക് മനസ്സിലാവാത്തത് എന്താന്ന് വെച്ചാൽ, രാഹുലിൻ്റെ ഒരു കയ്യിൽ ഒരു ചുവന്ന കളറിലുള്ള ഒരു വാച്ച് ഉണ്ട്. നമ്മളെ ഈ പറയുന്ന, എനിക്ക് തോന്നുന്നു ജി ഷോക്കിൻ്റെ വാച്ച് പോലെയുള്ള സമാനമായ ഒരു വാച്ച് വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ അതൊരു ചുവന്ന കളറിലുള്ള വാച്ചാണ് രാഹുൽ ഒരു കയ്യിലുള്ളത്. മറ്റൊരു കയ്യിൽ ഒരു സ്മാർട്ട് ബാൻഡ് ഉണ്ട്. സ്മാർട്ട് ബാൻഡ് അല്ലെങ്കിൽ ഫിറ്റ്നസ് ട്രാക്കർ എന്നൊക്കെ പറയുന്ന, ഹെൽത്ത് ട്രാക്കർ എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ പെടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. വാച്ചല്ല, എന്നാൽ വാച്ച് പോലെ കാണാൻ വാച്ച് പോലെ ഇരിക്കും, അങ്ങനത്തെ ഒരു സാധനം. അതൊരു ഗ്രേ കളറിലാണ്. അപ്പോൾ ഒരു കയ്യിൽ വാച്ചും ഉണ്ട്, മറ്റൊരു കയ്യിൽ ഈ ഹെൽത്ത് ബാൻഡ് അല്ലെങ്കിൽ ഫിറ്റ്നസ് ട്രാക്കർ എന്നൊക്കെ പറയുന്ന, എന്ത് വേണമെങ്കിലും പറയാം അല്ലേ, പല പേരുകളിൽ അത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതും ഉണ്ട്. ഇത് കണ്ട ഉടനെ കണ്ട പാതി കാണാത്ത പാതി എന്ന് പറഞ്ഞ പോലെ കാളെ പറ്റുമെന്ന് കേൾക്കുമ്പോഴത്തിന് കയറെടുക്കുകയാണല്ലോ പരിപാടി. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വീഡിയോ കണ്ടപ്പോൾ, വീഡിയോയിൽ രാഹുൽ ഒരു കയ്യിൽ വാച്ച്, മറ്റൊരു കയ്യിൽ ഈ ബാൻഡാണ്, ഹെൽത്ത് ബാൻഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതുകൂടി കണ്ടപ്പോൾ പിന്നൊന്നും വേണ്ട, ആകെ പ്രശ്നമായി. ഞാനിപ്പോൾ രാഹുൽ കെട്ടിയ പോലെ ഒരു കയ്യിലൊരു വാച്ചും മറ്റൊരു കയ്യിലൊരു വാച്ചും കെട്ടാന്ന് ചോദിച്ചിട്ടാണ്. ഇവന്മാരെന്താ പറയുന്നത് നോക്കണമല്ലോ. ഞാനിപ്പോൾ 2 വാച്ചാണ് കെട്ടിയിട്ടുള്ളത്. ഇതാ എൻ്റെ 2 വാച്ചാണ്. ഒരു ജി ഷോക്കിൻ്റെ വാച്ച്, ഒരു സരാസ്കിയുടെ ഒരു വാച്ച്. ഇത് 2 വാച്ചാണ്. ഇത് യൂണിസെക്സ് ആണ്. ഇത് ജെൻസിനും ലേഡീസിനും ഒക്കെ ഉപയോഗിക്കാം. ഇത് പിന്നെ നമ്മൾ ജെൻസിനായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് യൂണിസെക്സ് ആണ്, 2 പേർക്കും ഉപയോഗിക്കാം. കമ്പനി അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. യൂണിസെക്സ് എന്ന് പറഞ്ഞിട്ടാണ് കമ്പനി അത് പുറത്തിറക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ സ്വരാസ്കിയുടെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. റഷ്യൻ കമ്പനിയാണ്, റഷ്യൻ ബ്രാൻഡാണ്. അവരുടെ സ്വരാസ്കി വാച്ച് എന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും അത് യൂണിസെക്സ് ആണോ ഇല്ല. ഞാൻ വിഷയം മാറുന്നു, അത് വിട്. ഇനിയിപ്പോൾ ഇവന്മാർ ഇതും പറഞ്ഞു വരും, നീ രാഹുലിനെ പോലെ ആകാൻ ശ്രമിക്കുന്നു പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ആദ്യമേ പറഞ്ഞത്, എൻ്റെത് 2 വാച്ചാണ്. ഓക്കെ, ഇനി അത് കണ്ടിട്ട് ആർക്കും കുരു പൊട്ടണ്ട. ഇപ്പം എന്താണെങ്കിലും രാഹുലിൻ്റെ വീഡിയോയിൽ രാഹുൽ പല കാര്യങ്ങൾ പറഞ്ഞു. 8 മിനിറ്റിലധികമുള്ള ഒരു വീഡിയോ ആണ്. അതിൽ പിണറായി വിജയൻ ഇങ്ങനെ വലിച്ച് ഭിത്തിയിൽ ഒട്ടിച്ചു രാഹുല്. പോരാളി ഷാജിക്ക് അതിലൊന്നും മറുപടിയൊന്നുമില്ല. രാഹുൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കമാ എന്നൊരക്ഷരം ആരും മിണ്ടുന്നില്ല, പോരാളി ഷാജി മിണ്ടുന്നില്ല. പോരാളി ഷാജി മാത്രമല്ല കേട്ടോ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. കാരണം ഇവരുടെ സോഷ്യൽ മീഡിയയിലെ മുന്തിയ ക്രിമികീടാണ് ഈ പോരാളി ഷാജി ആണല്ലോ. മറ്റുള്ളവരൊക്കെ അതിന് താഴെ വരുന്നവരാ. ഇവരെ ക്രിമികീടങ്ങളിലെ, സോഷ്യൽ മീഡിയ ക്രിമികീടങ്ങളിലെ നമ്പർ 1 സ്ഥാനത്ത് സഖാക്കൾ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആളാണ് ഈ പോരാളി ഷാജി. അതിന് താഴെയാണ് ബാക്കിയുള്ളവർ വരുള്ളൂ. അപ്പോൾ പോരാളി ഷാജി പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. അപ്പം അതുകൊണ്ട് പോരാളി ഷാജിക്ക് ഇതിനെ മറ്റുള്ളതിനെ കുറിച്ചൊന്നും ഒരു മിണ്ടാട്ടമില്ല. അതിനെക്കുറിച്ച് രാഹുൽ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് രാഹുൽ അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ രാഹുൽ ഈ പറയുന്ന എന്താ പറയേണ്ടത്, ഹെലികോപ്റ്ററിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വി സതീശൻ്റെ ഭക്ഷണം കഴിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രളയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ തപ്പി നോക്കി. പോരാളി ഷാജിയും ബാക്കിയുള്ള ക്രിമികീടങ്ങളൊന്നും പിടിക്കുന്നില്ല. ഇവരത് പിന്നെ വേറൊരു വ്യത്യാസം കൂടി ഉണ്ട്. എന്താണ്, ഇവരെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ ഈ വൈസ് ചാൻസലർമാരെന്ന് പറയുന്ന ആളുകളുണ്ട്.
അല്ലെങ്കിൽ അവിടുത്തെ പ്രൊഫസർമാരെന്ന് പറയുന്ന ആളുകളുണ്ട്. ഇവർ കൊടുക്കുന്നത് ബാക്കിയുള്ളവരെ ഏറ്റുപിടിക്കുക ചെയ്യുക. ഇവർ കൊടുക്കുന്ന ക്യാപ്സ്യൂൾ ബാക്കിയുള്ളവരെ ഏറ്റുപിടിക്കും. അപ്പോൾ പോരാളി ഷാജി കൊടുത്തു, അത് തന്നെ പലരും ഏറ്റുപിടിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഏത് നിങ്ങൾ പുറകിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ പോയപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലെ ആ ഒരു വീഡിയോയിൽ ആ വാച്ചിൻ്റെ രണ്ടെണ്ണം ഇങ്ങനെ റൗണ്ടൊക്കെ ചെയ്തിട്ട് ഉള്ള ആ ചിത്രം, ദാസപ്പോ എന്നെ ഒന്ന് നോക്കിയേ, സൂക്ഷിച്ചു നോക്കിയേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം, ഇത് പോരാളി ഷാജി മാത്രമല്ല പല ആളുകളും ഇത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് പിടിച്ചോട്ടെ, നമുക്കതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് ഓക്കെ, ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമാണ്. കാരണം എന്താ, വാച്ച് ഏതാണ്, മറ്റേ ഈ പറയുന്ന ഫിറ്റ്നസ് ബാൻഡ് അല്ലെങ്കിൽ ഫിറ്റ്നസ് ട്രാക്കർ, ഹെൽത്ത് ബാൻഡ് എന്നൊക്കെ പറയുന്ന സാധനം എന്താണ് എന്നറിയാത്തവന്മാരോട് പിന്നെ നമ്മളിതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ അവരോട് വർത്താനമില്ല. ഇത് അറിയുന്നവരോടല്ലേ. അപ്പം ഇതിപ്പോൾ ഫിറ്റ്നസ് ബ്രാൻഡ് അല്ലെങ്കിൽ ഫിറ്റ്നസ് ബാൻഡ് എന്താണ്, അല്ലെങ്കിൽ ഹെൽത്ത് ട്രാക്കർ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന ഈ വാച്ച് പോലത്തെ സാധനം എന്താണ് എന്നൊക്കെ നമ്മളോട് ആരോടെങ്കിലും ഒരാൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഇത് ഒരു കയ്യിൽ വാച്ചും മറ്റേ കയ്യിൽ ഹെൽത്ത് ബാൻഡും കണ്ടപ്പോൾ ഭയങ്കര പ്രശ്നം. ഇതിപ്പോൾ വലിയ പ്രശ്നമായി പോരാളി ഷാജിക്ക്. ഇപ്പം ഞാനിങ്ങനെ പോരാളി ഷാജിൻ്റെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പേജ് എടുത്തിട്ട് ഇങ്ങനെ പരിശോധിച്ച് നോക്കി. അപ്പം അവിടെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഒരു മറുപടിയും ഇല്ല. പിന്നുള്ളത് ആകെ ഈ പറയുന്ന വാച്ചുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് ബാൻഡ്, ആ ബാൻഡ് അതും വാച്ചും തമ്മിലുള്ള ഒരു ചർച്ച മാത്രമാണ് അതിൽ കാണാൻ കഴിഞ്ഞത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, ഇങ്ങനെയും ഒരു മണ്ടന്മാർ എന്നൊക്കെ പറയാൻ പറ്റുമോ? അതും മണ്ടന്മാരെന്ന് പറഞ്ഞാൽ മണ്ടന്മാരെ അഭിമാനിക്കാനായിരിക്കും പോകും. അങ്ങനെയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിണറായി വിജയനെ ഒരാൾ മരവാഴാന്ന് വിളിച്ചു. പിണറായി വിജയനെ ഒരാൾ മരവാഴാന്ന് വിളിച്ചപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് വഞ്ചിയൂർ കോടതിയിൽ ഒരു പരാതി വന്നിരിക്കുക. ആ വ്യക്തി വാഴയെയും മരത്തെയും അപമാനിച്ചു. അയാൾക്കെതിരെ മാനനഷ്ട കേസുമായിട്ട് ഒരു ഹർജി വന്നിരിക്കുകയാണ് വഞ്ചിയൂർ കോടതിയിൽ. എന്താ, പിണറായി വിജയൻ അയാൾ മരവാഴാന്ന് വിളിച്ചതാണ്. അപ്പൊ അതുപോലെ ഇവന്മാരെ മണ്ടന്മാരെന്ന് വിളിച്ചാൽ നമ്മൾ മണ്ടന്മാരെ അപമാനിക്കുന്നതിന് തുല്യമാകുമോ? അതുകൊണ്ട് അങ്ങനെയും പറയാൻ പറ്റൂല. നമ്മളങ്ങനെ ആരെയും അപമാനിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. ഇപ്പൊ എന്താണ് ഇവറ്റകളുടെ ഇതിന്ന് ഞാൻ ചിന്തിച്ചത്, വാച്ച് ഏതാണ്, ഹെൽത്ത് ബാൻഡ് എന്താണ്, അതിൻ്റെ ഉപകാരം എന്താണ്, അതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, ഇതൊന്നും അറിയില്ല. ആകപ്പാടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് ആകപ്പാടെ ബറലി പിടിച്ച് വാറ്റുനോക്ക് പിടിച്ച് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നുകൂടി വീഡിയോ കണ്ട് രാഹുലിൻ്റെ വീണ്ടും കണ്ടപ്പോൾ അതും ഭയങ്കര കോമഡി ആയിട്ട്. ഇവരെ കാര്യം ഉണ്ടല്ലോ, ഞാൻ ഇവരെ ഗ്രൂപ്പിൽ ഒരു ചർച്ച ഞാൻ കണ്ടതാണ്. ഇവരുടെ ഗ്രൂപ്പിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇത് സഖാക്കളുടെ ഒരു ഗ്രൂപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ചർച്ച. അപ്പോൾ ആ ചർച്ചയിൽ എന്താ പറയുന്നത് അറിയോ? ആ ചർച്ചയിൽ ഇങ്ങനെ പറയുന്നത്, നമ്മളെല്ലാവരും കൂടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീഡിയോ ഇടുമ്പോഴേക്കും പോയിട്ട് അത് ക്ലിക്ക് ചെയ്ത് കാണണ്ട. അത് കാണുന്ന പരിപാടി നമ്മളത് കണ്ടാലും കാണാത്ത പോലെ പോകണം. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, അപ്പോൾ ഇവൻ പറയുന്നത് എന്താണെന്ന് എങ്ങനെ മനസ്സിലാവുന്ന കാണാതെ പോയാൽ? അപ്പോൾ മറ്റവൻ പറയാണ്, എടോ നിങ്ങൾ പൊട്ടന്മാരാണ്, സോഷ്യൽ മീഡിയയിൽ നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ അതിൻ്റെ ക്ലിക്ക് റേറ്റ് കൂടും. ക്ലിക്ക് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂസും അതിൻ്റെ റീച്ചും കൂടും. അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് അത് ക്ലിക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ വലിയ അപകടമാണ്. അപ്പോൾ മറ്റവൻ വീണ്ടും ചോദിക്കുക, അത് കാണാതെ പിന്നെ എങ്ങനെയാണോ ഇവൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുക എന്ന്. ഗ്രൂപ്പിലെ ചർച്ചയാണ് ഇവിടെ. അപ്പോൾ ഇത് കാണരുത്, നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് കാണാൻ പാടില്ല, നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കണം എന്ന് പറയുന്നവൻ എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ്. എന്ത്, നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ എന്താക്കുക, വേഗം അത് ലിങ്ക് കോപ്പി ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ ഡൗൺലോഡ് ചെയ്ത സാധനം നമ്മൾ എന്താക്കുക, ഷെയർ ചെയ്യുക. എന്നിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ കാണുക. അപ്പം എന്താവില്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ രാഹുൽ പോസ്റ്റ് ചെയ്ത് അവിടെ ക്ലിക്ക് ചെയ്ത് കാണുമ്പോഴല്ല അത്ര എഫക്റ്റ് നമ്മളെന്താക്കി ലിങ്ക് കോപ്പി ചെയ്തിട്ട് ആരെങ്കിലും ഒരാൾ അത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ പറയുന്നത്, ആരാണോ ആദ്യം കാണുന്നത് വീഡിയോ വന്ന് ഉടനെ അതിൻ്റെ കോപ്പി ലിങ്ക് ചെയ്യുക,
ഉടനടി വാട്സപ്പിൽ ഷെയർ ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ വെച്ച് നമ്മളെല്ലാവരും കണ്ടാൽ മതി. അല്ലാതെ ഡൗൺലോഡ് ചെയ്ത് കണ്ടാൽ മതി. അല്ലാതെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഇരുന്നിട്ട് അത് കാണണ്ട എന്നുള്ളൊരു ഉപദേശം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, ഇവറ്റുകൾക്ക് എന്നാ ഒരു ദേഷ്യം നോക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട്. ദേഷ്യം മാത്രമല്ല, ഒരു വല്ലാത്തൊരു പകയാണ്. രാഹുലിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കാണരുത്. കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലിക്ക് റേറ്റ് കൂടും, റീച്ച് കൂടും. അതൊക്കെ വലിയ പ്രശ്നമാണ്. അവനക്ക് നമ്മൾ റീച്ച് ഉണ്ടാക്കി കൊടുക്കും പോലെയാണ്. നമ്മൾ അവൻ്റെ വീഡിയോ അങ്ങനെ കാണാൻ പാടില്ല. ഉടനടി ലിങ്ക് കോപ്പി ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വാട്സപ്പിൽ ഷെയർ ചെയ്ത് നമ്മളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് ഗ്രൂപ്പിൽ നിന്ന് എല്ലാവരും കാണാൻ പാടുള്ളൂ. ഭയങ്കര ബുദ്ധിയല്ലേ വെറ്റിറ്റകൾക്ക്. ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി ബുദ്ധി വേറെ എവിടെന്നെങ്കിലും കിട്ടുമോ? അപ്പോൾ അമ്മാതിരി ടീമാണ്. ഞാൻ ഇവരെ ഒരു ഗ്രൂപ്പിൽ കണ്ടത്. അത് ഞാനിപ്പോൾ അത് തുറന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളൊരു ഒരു കൂട്ടുകാരൻ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അത് ഞാൻ പറയുന്നില്ല അവിടെ. അപ്പോൾ അങ്ങനെയാണത് ഞാൻ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടൊന്നും പങ്കുവെക്കാത്തത്. അപ്പോൾ അത് വിട്. അപ്പോൾ ഇതാണ് ഇവരുടെ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് എന്നാൽ പിന്നെ ഞാനിങ്ങനെ ആലോചിക്കുക, ഇവർ ഇത്രമാത്രമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരോട് ആരോ പറഞ്ഞല്ലോ, രാഹുൽ മാങ്കൂട്ടം പറഞ്ഞോട്ടെ, നമ്മൾ എന്താക്കണ്ട, രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതിന് മറുപടി കൊടുക്കാൻ നിൽക്കണ്ട. മറുപടി കൊടുത്താൽ ഇപ്പോൾ ഓൾറെഡി അവൻ എന്ത് ചെയ്താലും വൈറലാകുകയാണ്. നമ്മൾ കൂടി പിന്നെ അവന് പറഞ്ഞതിന് മറുപടിയും ചർച്ചകളും ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ നിന്ന് പോകും, പിടിച്ചാൽ പോലും കിട്ടൂല. അത്രമാത്രം റീച്ച് ആയിരിക്കും പിന്നീട് അങ്ങോട്ട്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കാണാത്ത പോലെ നിന്നാൽ മതി. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മൾ മാത്രമുള്ള പേഴ്സണൽ ഗ്രൂപ്പുകളിൽ പറഞ്ഞാൽ മതി എന്നാണ് ഇവരുടെ ഒരു മുന്തിയ നേതാവ് ഇവർക്കൊരു ഉപദേശം നൽകിയത്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുക, ഇപ്പം ഈ വാച്ച് ഇങ്ങനെ ഈ പോരാളി ഷാജിൻ്റെ ആ പിക്ക് നിങ്ങൾ ബേക്കിൽ കാണുന്നുണ്ടല്ലോ. ഇങ്ങനെ ഒരു വട്ടം ഇവിടെ, ഇങ്ങനെ ഒരു വട്ടം ഇവിടെ, ഇങ്ങനെ വട്ടൊക്കെ ഇട്ടിട്ട് മണ്ടത്തരം വിളമ്പാണ്. എന്താ ചെയ്യാന്ന്? ഇങ്ങനെയും കുറേ ടീം സംഭവം പേരൊക്കെ നോക്കൂ നിങ്ങൾ. പോരാളി ഷാജി കണ്ടു കഴിഞ്ഞാൽ എന്തോ ഭയങ്കര തല നിറച്ചും ബുദ്ധിയാന്ന് തോന്നുന്നു അല്ലേ? ഇതാണ് ഇവറ്റുകളുടെ ഒരു ലെവലെന്ന് പറയുന്നത്. വല്ലാത്ത ജാതി തന്നെ കേട്ടോ ഇറ്റങ്ങള്. വല്ലാത്ത ജാതി. അപ്പം ഞാനിങ്ങനെ കരുതുകയാണ്, എന്ത് ഇതിപ്പോൾ നമുക്ക് ആരോടെങ്കിലും ഒരാൾ പറയണമല്ലോ. ഞാൻ ഇങ്ങനെ കരുതുകയാണ്, എന്നാൽ പിന്നെടോ ചങ്ങായിമാരെ, നിങ്ങൾ ഓൻ്റെ വാച്ച് ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞ മാതിരിക്ക് 2 വാച്ച് ശരി. ഈ വാച്ചൊക്കെ നോക്കുന്നതിന് പകരം ആ ചങ്ങായി പറഞ്ഞതിന് എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കാൻ നിങ്ങളകത്ത് കയ്യിലുണ്ടോ? അത് നോക്കുമ്പോൾ എവിടെയും കാണാനില്ല. ആകെ ഉള്ളത് ഈ വാച്ചും ഈ വട്ടട്ടതും ഒക്കെയാണുള്ളത്, ആകപ്പാടുള്ളത്. എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓരോ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും, വീഡിയോ ആവട്ടെ, ഇനി അല്ല മറ്റു പല ഇനി ഒരു ഫോട്ടോ ആവട്ടെ, വല്ല കുറിപ്പുകളും ആവട്ടെ, എന്തും ആവട്ടെ, ഇവരെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അത്രമാത്രം ഇവർക്ക് വെപ്രാളമുണ്ട്, ബേജാറുണ്ട്. അത് ഇവരെ വല്ലാതെ അങ്ങ് പിടിപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇവരുടെ സൈബർ ഗ്രൂപ്പുകളുണ്ടല്ലോ. ഇപ്പോൾ എന്താണ് വടകര സ്ക്വാഡ്, ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പായിരുന്നല്ലോ. നമ്മളെ കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കിയ ആ ഗ്രൂപ്പ്, അതിൻ്റെ പേരെന്തായിരുന്നു? വടകര സ്ക്വാഡ്. അങ്ങനത്തെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകളിലൊക്കെ ഇതാണ് ഇവരുടെ ചർച്ച എന്ന് പറയുന്നത്. രാഹുലിനെ എന്നിട്ട് ഇവരുടെ ഇതൊക്കെ എത്തിക്കുന്ന ആൾക്കാരാരാ? മുന്തിയ ഈ പോരാളി ഷാജിനെ പോലെ മുന്തിയ ക്രിമികീടങ്ങളുണ്ട്. ക്രിമികീടം തന്നെ പല കാറ്റഗറി ഉണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ഇപ്പോൾ ഒരു ഫാക്ടറിയിലെ തൊഴിലാളികൾ എടുത്താൽ പല കാറ്റഗറി ഉണ്ടാവുമല്ലോ, അതുപോലെ ക്രിമികീടങ്ങളും പല കാറ്റഗറി ഉണ്ട്. അതിലേറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആളുകൾ ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ പോരാളി ഷാജി പോലെയുള്ളത്. ഇവന്മാരാണ് ഈ മണ്ടത്തരം താഴോട്ട് പാസ് ചെയ്യുന്ന ആളുകൾ, ഈ മുകളിലുള്ളവരാ. എന്താ ഒരു കാര്യം നോക്കൂ നിങ്ങൾ. ഇവർക്ക് ആകെ പ്രശ്നം പറ്റിയ എന്താ വെച്ചാൽ, സംഭവം രാഹുലിനെതിരെ വലിയ വിവാദങ്ങൾ, ആരോപണങ്ങൾ, അറസ്റ്റ്, ഒച്ചപ്പാട്, ബഹളം, ചാനലുകളിൽ 24 മണിക്കൂർ ചർച്ച ഒക്കെ ഉണ്ടാക്കിയിട്ടും ഈ ചങ്ങായിൻ്റെ രോമത്തിൽ തൊടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് ഇവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം എന്ത് ചെയ്താലും ഇവർക്ക് ഭയങ്കര കുഴപ്പമാണ്.
ഇന്നലെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പുതിയ ചിത്രം വന്നിട്ടുണ്ട്. ഒരു ടാറ്റ ഹാരിയറിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്നിട്ട് ചാരി നിന്നിട്ടുള്ള ഒരു ഫോട്ടോയാണ്. ആ ഫോട്ടോക്ക് പോലും ഇവർ പലതും അപ്പം അതിൽ ഒരുത്തൻ പറയാണ് ആ വണ്ടീൻ്റെ കളറ് പോരാന്ന്. വണ്ടീൻ്റെ കളറ് പോരാ, എന്തെങ്കിലും കുറ്റം പറയണമല്ലോ. അപ്പോൾ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഒരുത്തൻ പറയാണ് വണ്ടീൻ്റെ കളറ് അത് ഭംഗിയുള്ള കളറല്ല, അതിന് മറ്റേ കളറായിരുന്നു നന്നായിരുന്നു, ഈ കളറാണെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെയാണ് ചർച്ച. എന്താ ചെയ്യാന്ന്? ഇങ്ങനെയും രാഹുലെന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവർക്ക് വല്ലാത്ത ഭയമാണ്. ഭയം എന്ന് പറഞ്ഞാൽ ഇമാതിരി ഭയം. അതിൻ്റെ കാരണം എന്താ? രാഹുൽ ഇറക്കുന്ന ഓരോ വീഡിയോയും ഇവരുടെ അണ്ണാക്കിൽ തറപ്പിക്കുന്ന വീഡിയോ അല്ലേ. പിണറായി വിജയൻ്റെ ഇങ്ങനെ വലിച്ചു വാരി ഭിത്തിയിലൊട്ടിക്കുക. ഇത് കാണുമ്പോൾ ഇവറ്റകൾക്കാണെങ്കിലോ സഹിക്കാൻ പറ്റുന്നുണ്ടോ? പെറ്റ തള്ള സഹിക്കുമോ?